കാലം ഈ കാട്ടിക്കൂട്ടിയ നെറുകേടുകൾ നമ്മൾ സഹിച്ച്. പക്ഷെങ്കിൽ ഇത് എന്റെ ചെങ്ങായിന്റെയും കുടുംബം തകർത്തിട്ട് അനക്ക് പ്രേമിക്കണം. കോട്ടയം പൂഞ്ഞാറിൽ പള്ളി ഗ്രൗണ്ടിൽ കാറും ബൈക്കുമായി എത്തി യുവാക്കൾ നടത്തിയ അഭ്യാസ പ്രകടനം തടയാനെത്തിയ വൈദികനെ ബൈക്ക് ഇടിപ്പിച്ചെന്ന പരാതി. സോഷ്യൽ മീഡിയയിലൊക്കെ മഹാവൃത്തികൾ വരുന്നുണ്ട്. ഈ പിള്ളേരിനകത്ത് മുസ്ലിമും ക്രിസ്ത്യാനി ഹിന്ദു നായരും ഈഴവനും ഒക്കെ ഉണ്ടെന്ന്. പച്ച കള്ളമാണ്. മുഴുവൻ മുസ്ലിം കുട്ടികളാണ്. എനിക്കറിയാം, ഞാൻ അറിയുന്ന പിള്ളേരാ. എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? പക്ഷെ ആ പിള്ളേരെ കൊല്ലണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ആ പിള്ളേരെ ചെയ്തത് തെറ്റാണ്. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പിള്ളയ്ക്ക് ചരക്കാൻ. പൂജാരപ്പള്ളിയുടെ ഒരു ടൂറിസ്റ്റ് ഒരു കുരിശുപള്ളിയുണ്ട്. അവിടെ പോയി ഞങ്ങളുടെയൊക്കെ സ്ഥലമുള്ളതാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൂറ്റപ്പാറ എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കി. അവിടെ പോയി എല്ലാവരും ഫോട്ടോ എടുത്തു. അതിനുശേഷം ഈ കുട്ടികള് മുസ്ലിം കുട്ടികൾ മാത്രമാണെന്നും ആരും ധരിച്ചിട്ടുണ്ട്. അതും തെറ്റാ. ഇവിടെ ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തെന്ന് പറയാണ്. വളരെ ബ്ലണ്ടായിട്ട് ഞാൻ പറയാം, ഇതിൽ പങ്കെടുത്ത 29 എന്റെ കണക്ക് 29 മുസ്ലിം കുട്ടികളാണ്. ഇതിന്റെ അകത്ത് മുസ്ലിം കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഉണ്ട്. എന്റെ എല്ലാ മാനവും പോയി. ഇതാണ് അറിയാത്തത്. അതിന്റെ എണ്ണവും ഏതാണ്ട് 11 ക്രിസ്ത്യൻ പിള്ളേരും 7ഓളം ഹിന്ദു കുട്ടികളും ബാക്കി 10-18ഓളം മുസ്ലിം പിള്ളേർ. അപ്പൊ മുസ്ലിം കുട്ടികൾ മാത്രമല്ല, അങ്ങനെ ആരും ധരിക്കരുത്. കൂനിമ്മേ കുരുന്ന് പറഞ്ഞതുപോലെയായി ഇപ്പൊ കാര്യങ്ങൾ. അതാണ് സംഭവം. അത് പോലീസിന്റെ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. നിന്നെപ്പോലെ ഒരുത്തനെ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പലവർക്കും മുറിവുറുപ്പുണ്ട്. അത് നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ബഹുമാനപ്പെട്ട ജെയിംസ് സാർ പറഞ്ഞതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ പതിവായിട്ട് വരുന്ന അവരുടെ സന്തോഷത്തിന്റെ ഒരു ഇടം കൂടിയാണ് സെന്റ് മേരീസ് പള്ളിയുടെ കവാടം. മാന്യന്മാരെന്ന് പറയുന്ന മാന്യത കുറഞ്ഞവന്മാരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വെച്ചു ഇവിടെ. ഏത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു. മതസൗഹാർദ്ദ മീറ്റിംഗ് വെക്കേണ്ട കാര്യം തന്നെ. നിങ്ങളല്ലേ പറഞ്ഞത് വർഗീയതയ്ക്ക് ഭയങ്കര മാർക്കറ്റ് കയറി പിടിച്ചോളാൻ? ഞാൻ പറഞ്ഞത് ഈ പ്രചരണം നടത്താൻ എല്ലാവർക്കും സുഖ. വെറുതെ വഴിയെ പോയ വയ്യാവേലിയില്ല പിടിച്ചു വെച്ച് സ്റ്റേഷനിൽ കയറി ആകെ നാണക്കേടായി. നാണം കിടന്ന് നമുക്ക് പുത്തിരി ഒന്നുമല്ലല്ലോ. അതേയുള്ള ആകെ ഒരു ആശ്വാസം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.